ഗൈസ്, വെൽക്കം ടു അൽഷസാം. നമ്മളിന്ന് യെറ്റനദർ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മുടെ നൊമാഡിയൻ നമ്മളുടെ കൂടെയില്ല, അവൻ സനിയൊക്കെ ആയിട്ട് കൊച്ചിയിൽ അടിച്ചു പൊളിക്കുകയാണ്. സോ ഞാൻ യാസർ, നമ്മുടെ സുബിനോളജി എസ്കേപ്പ് ഈസ് ഹിയർ ഗൈസ്. ഇന്നൊരു ഗംഭീര പരിപാടിയുണ്ട്. അത് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം കിട്ടുമ്പോൾ സുബിനോളജി പറയും. ഞാൻ ഞാനല്ല അതിന്റെ ആള്. ഒരു ദുബായ് കിട്ട് പറയട്ടെ മാൻ. അപ്പൊ കോണ്ടന്റ് എന്താണെന്ന് സുബിനോളജി നമ്മൾ അവിടെ എത്തിയതിനു ശേഷം പറയും. എടോ താൻ എന്ത് കോമഡിയാണോ? ഞാൻ വിചാരിച്ചു ഷവർമ്മയാണ്. ഇത് കഴിഞ്ഞോടെ ഷവർമ്മ കഴിക്കാൻ പോകും. ശരി, ബെസ്റ്റ്. അപ്പൊ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ്, ചേഞ്ച് ഇൻ പ്ലാൻസ്. നമ്മള് ദനാത് അൽ ബഹാർ BBQ ഫിഷ് എന്ന് പറഞ്ഞ കടയിലാണ് വന്നിരിക്കുന്നത്. ടു ഈറ്റ് ഫിഷ്. സത്യം പറഞ്ഞ ഒരു ഷവർമ്മ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, അത് പറ്റിച്ച് സർപ്രൈസ് ആക്കി നമ്മൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇത് ജുമേറയിലാണ്. നല്ല ചുട്ട മീനെ കിട്ടുമെന്നാണ് നമ്മുടെ സുബിനോളജി പറഞ്ഞത്. സോ ഇവിടെ യൂസഫ് ബൈ ഉണ്ട്. ഇവിടെ വന്ന് പെർഫ്യൂം മേടിക്കുക, എന്നിട്ട് ഇവിടെ വന്ന് അല്ലെങ്കിൽ മീൻ കഴിച്ചതിന്റെ മണം മാറാനായിട്ട് നിങ്ങൾ നേരെ ഇവിടെ കയറുക, പെർഫ്യൂം അടിച്ച് വീട്ടിൽ പോവുക. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ഇവിടുത്തെ മീനൊന്ന് ട്രൈ ചെയ്തു. ഞാൻ അധികം എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്, ഖത്തറിൽ നിന്ന് വന്നൊരു ബ്രാൻഡ് വലിയ മീനാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. ദുബായിൽ നമ്മൾ കുറെ ചക്കയും മാങ്ങയും തേങ്ങയും കഴിച്ചതാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് ഒരു ബാക്കി കാണിച്ചു. അപ്പൊ പിന്നെ കഴിക്കുക. നീ റെഡിയല്ലേ? നിങ്ങളെല്ലാം റെഡിയല്ലേ? ഞങ്ങൾ മീൻ, അതെ, എനിക്ക് ഫിഷ് ഇഷ്ടമാണ്. ഞാൻ മറ്റേ പ്രോൺസും അങ്ങനത്തെ സാധനം അത് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പറ്റും. ചൊറിയും മുഖമൊക്കെ തടിയും, തൊണ്ട അടയും. എനിക്ക് ഫിഷ് ഇഷ്ടമാണ്. മൊത്തം ബ്യൂട്ടിഫുൾ. ഇൻട്രസ്റ്റിംഗ്. ഇവിടെ നിന്ന് മീൻ എടുക്കുക, വറുക്കുക, കഴിക്കുക. അതാണ് എൻ്റെ ഒരു ഐഡിയ. നിനക്ക് ഏത് മീനെ ഇഷ്ടപ്പെട്ടു? എനിക്ക് ആ ഓറഞ്ച് മീൻ ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും ടേസ്റ്റ്. ഇത് ഒഫീഷ്യൽ ഇനോഗ്രേഷൻ മറ്റന്നാളാണ്. അത് കുഴപ്പമില്ല, തുറന്നിട്ടില്ല. പക്ഷെ ഇവര് സോഫ്റ്റ് ആയിട്ട് ഓപ്പൺ ആണ്. നമുക്ക് സോഫ്റ്റ് ആയിട്ട് കഴിച്ചാൽ അതുകൊണ്ടാണ് തിരക്ക് കാണാറ്. ഇതൊരു ഒഫീഷ്യലി ആർക്കും അറിയില്ല. എന്നാലും നിങ്ങള് പറഞ്ഞത് പക്ഷെ കൊള്ളാം കേട്ടോ. കട നല്ല രസമുണ്ട്. മുകളിലൊക്കെ മൊത്തം ചെടിയും അങ്ങനത്തെ പരിപാടിയൊക്കെ. ഇറ്റ്സ് വെരി നൈസ്. കഴിക്കാടാ. അങ്ങനെ നമ്മൾ സെറ്റിലായിരിക്കുകയാണ്. നല്ല ലൈറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു. അപ്പം ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഖത്തറിൽ ഒരു 3 ബ്രാഞ്ചസ് ഓൾറെഡി ഉള്ള ഒരു ബ്രാൻഡാണ്. അവരിപ്പോ ദുബായിൽ ഫസ്റ്റ് വന്നിരിക്കുകയാണ്. ഇവിടെ മെനു കണ്ടപ്പോ ആകിയത് 4 എത്ര ഉള്ളൂ. മെനു കഴിഞ്ഞു. ഇത് മതി. ഇതാണ് എനിക്കും ഞാനും കണ്ടൊക്കെ. അല്ല, ഇത്ര ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നിങ്ങൾ ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വികാരം തോന്നുന്നുണ്ടോ? ചെറുതായിട്ടുണ്ട്. കഴിക്കാൻ തോന്നുന്നു. നല്ല വിശപ്പ്. എന്ത് കാണിച്ചു തന്നാലും എനിക്ക് വികാരം ഉണ്ടാവും. അല്ല, നിനക്ക് ഇത് കണ്ടിട്ട് ഒരു വികാരം വരുന്നുണ്ട്. അയ്യേ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് എന്തായാലും വിശപ്പുള്ളതുകൊണ്ട് നല്ല വികാരമുണ്ട്. ഫുഡ് ഓർഡർ ചെയ്യണം. റൈസ്, പിന്നെ നിങ്ങൾ ആ സ്ക്വിഡ്, നല്ല ഒരു പ്ലേറ്റ് വന്നിരിക്കുകയാണ്. മനോഹരമായിട്ടുണ്ട്. ഈ സോസും ഇവരുടെ ഈ ഒരു തൈരും അതൊക്കെ മിക്സ് ചെയ്ത് കള്ള് കുടിച്ചില്ലെങ്കിലും കള്ള് കുടിക്കുന്നത് പോലെയൊക്കെ ചെയ്യാറിയാം. മൂവീസിന്റെ ഇൻഫ്ലുവൻസർ നമ്മളെ കേടാക്കി തരും. അത് ശരി. മാർക്കോ ആണ് നമ്മളെ. ഇത് മറ്റേ MHന്റെ ഹോട്ടൽ, മറ്റേ പവർ ഹൗസ്. അടുത്ത MH വന്നു. ഇത് ഇങ്ങനെ കുടിക്കുന്നത് അതിനാലും രസമുള്ളൂ. മറ്റേ താടിയിൽ പറ്റേ ഇങ്ങനെ ആക്കണമല്ലേ? ഇങ്ങനെ നിങ്ങൾക്കില്ല. എനിക്കറിയാം, ഞാൻ കഴിച്ചാൽ പറ്റും. ബൾബ് പോലെ പൊട്ടും. വെരി ക്രീമി ഫ്ലേവേഴ്സ്. പ്രോൺസ് കിട്ടുന്നില്ല. ഉള്ള ഇത് വന്നു സ്കുഡ്. സ്കുഡ് വന്നത് മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ. തീർന്നു. എന്തോന്നാണ് അത്? ആ ടൊമാറ്റോ സോസ് പൊട്ടിക്കണ്ട, ഇതിൽ മുക്കി അടിക്കുക. ഒരു രക്ഷയില്ല. ഇല്ലടാ. പ്രോൺസ്
ക്രാബ്. ഇത് കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ കഴിക്കാൻ പറ്റില്ലല്ലോ. This is sea bream. Normal spicy. Like sea bream. അതെന്ന് തോന്നുന്നു Sea bass. നല്ല ബേസാണ്. Sea bream, sea bass. ഇത് സീല് ബാസാണ്. ബേസ് അലാവുദ്ദീൻ അത്ഭുതമാണ്. തുറക്കി. ബ്യൂട്ടിഫുൾ. ഇത് ക്രാബാ. ഓ ക്രാബ് ഇങ്ങനെ ഇരിക്കുന്ന പാവ അതിന് അങ്ങനെ എടുത്ത് ചട്ടി ഇട്ട് കേട്ടോ. ഇത് തവി, ഇത് ശവി. രണ്ടും ഒരേ ഫ്രെയിമിൽ. ചോറ് പ്ലേറ്റിക്കാൻ ഇടണേ. ക്യാമറ നോക്കിട്ട് ഇടുന്നത് ചോറിന്റെ മണല്ലേ. പോടാ അവിടെ നിന്ന്. എടാ ഇതൊരു വെറൈറ്റി മണം അവിടെ, ഭയങ്കര മസാല മണം. വെയിറ്റ് ചെയ്യുന്നത് ബാഗ് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ വന്നത്. ഓ ചൂട് പുകയൊക്കെ പോണം. വാ ഉള്ളി. ഇതൊന്ന് വീഡിയോ പെട്ടെന്ന് എടുക്കൂ. ഒന്നുകൂടെ എടുക്കണം. ഇപ്പൊ എന്തോ ട്രിക്കാണ് കേട്ടാ. ഉള്ള മീനൊക്കെ തീർക്കുകയാണ്. ഷോർട്ട് എടുക്കുന്ന മീൻ തീർത്ത്. ഇതാ മീന്. ടീബ്രീമല്ലേ? മുള്ളുണ്ട്, സൂക്ഷിച്ച് കഴിക്കണേ. വാവ്, ഔട്ട് ഓഫ് ദ വേൾഡ്. അടിപൊളി. ആ ചമ്മന്തി അടിപൊളി കേട്ടോ. ഫിഷ് ഇത് ഖത്തറിലുള്ള ഈ ഒരു ബ്രാൻഡ് ഇവിടെ. ഇതാണ് സീ ബാസ്. മകളി അറിയില്ല. എല്ലാം കൂടെ ഇരുന്നല്ലേ ഉപ്പ് ഇടുന്ന ഫ്രൈ ചെയ്യുന്ന മകളി. ആടിപ്പോയാ. ഈ ചട്നി ഉണ്ടല്ലോ മരണമാസ്. ഇത് മറ്റേ താനോസ് സ്നാപ്പ് ചെയ്തപ്പോഴേ ഇങ്ങനെ അത് മീൻ തീരണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു അതിന്റെ ടേസ്റ്റ് എന്താണ്. ഇതൊക്കെ നോക്കിയാ സീബ്രീം ഒക്കെ തീർന്നു. പ്രോൺസ് എങ്ങനെ ഉണ്ടോ? ഫിഷും ഈ കറി ഈ കറിയല്ല ചമ്മന്തി. ദിസ് ഈസ് ടോപ്പ് ക്വാളിറ്റി. അതേ കൂടെ അതും ഈ ചോറും ആടി പൊളി ഇല്ലടാ സിനാനെ. എല്ലാം പരിചയം കൂടെ പിടിച്ചാണ്. ബിരിയാണി നല്ല ചൂടുണ്ട്. ഡിഷിന്റെ ഒരു ഇതല്ല മഗ്ലിയല്ലേ? ആ ഡിഷ് മഗ്ലി. കൂഫർ മീൻ വെച്ചാണ് മഗ്ലി ചെയ്തത്. മഗ്ലി മഗ്ലിയെ പണ്ട് ഇത് മൗഗ്ലി അടിച്ചത് സാധനം. അങ്ങനെയാണ് ഇതിന് മഗ്ലിക്ക് വരുന്നത്. അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുമിച്ച് ഇത് തിന്ന മീൻ എല്ലാത്തിന്റെ ചുവപ്പ് പോകും. ഉപ്പ് അത് പറഞ്ഞ വെറുപ്പ്. ഇവിടെ ഫിഷാണ് മീൻ. അതിനകത്ത് മസാല കാര്യങ്ങളൊന്നും ഇൻഫ്ലുവൻസ് ഫുള്ളി നമ്മുടെ പേർഷ്യയിൽ നിന്ന് വന്ന സാധനമാണ്. അതിന്റെ മുന്നേ ഇവിടെ ഒന്നുമില്ല. ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് മീന് ചുട്ടങ്ങ് ഡയറക്റ്റ് കഴിക്കുകയാണ്. ഓ അതാണ് ഈ സാധനം. ഇത് പൊരിച്ച് കഴിക്കും. ഓ ഐ സി. എന്തിനായാലും സാധനം കൊള്ളാം. ഇത്തിരി ഉപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ. നമ്മൾ ഉണക്ക മീൻ പോലത്തെ ഒരു ഐറ്റം. അയ്യോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു പോവുകയാണ് ഗൈസ്. ആൻഡ് മോർ ഓവർ ഇത് ശനിയാഴ്ചയാണ് ഓപ്പൺ ആവുന്നത് കേട്ടോ. ശനി എന്ന് പറയുമ്പോൾ ഇത് 6-ാം തീയതി. 6-ാം തീയതി തൊട്ട് ഈ കട ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ആംബിയൻസും ബഹളവും നല്ല ഫുഡും ആ ചട്നിയും ചോറും ഫിഷും. അപ്പൊ നമ്മൾ ഓഫ് ടു ചായ കുടിക്കാം ഗൈസ്. ഷവർമ, 2 ഷവർമ, ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണ്. പക്ഷേ ആ ഫിഷും ചോറൊക്കെ സൂപ്പർ ആയതുകൊണ്ട് നമ്മൾ സ്ഥിരം ചായ കുടിക്കാൻ പോവുകയാണ്. ഇതാണ് അവസ്ഥ. ഇതാണ് ശരിക്കുള്ള ഫുഡ് ബ്ലോഗിങ്. മനസ്സിലായോ? അല്ല ഒരു സമയത്ത് നമുക്ക് 10 കടയിൽ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഷവർമ മറ്റൊരു ദിവസത്തേക്ക്. ഈ ഷവർമ മറ്റൊരു ദിവസം. ഗൈസ് സുബിനുമായിട്ട് പരിചയമായതിനു ശേഷം 1 year ആയി. കഴിഞ്ഞ ഓണത്തിന് ഞാനിങ്ങനെ എനിക്ക് ആരെയും അറിഞ്ഞൂടാ ദുബായിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചത് ബ്രോ അല്ല ഈ സദ്യ എവിടെ നല്ല കിട്ടണമെന്ന് പറഞ്ഞപ്പം എനിക്ക് മെസ്സേജ് അങ്ങനെ മെസ്സേജ് അയച്ചു. നല്ല സദ്യ സുബിൻ ബ്രോ എവിടെ ഇട്ട എനിക്ക് ആകെ അറിയാം, ആകെ എനിക്ക് വിശ്വാസം തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും നല്ല സ്ഥലമുണ്ട്, വാ കാലിക്കറ്റ് ടോപ്പ് ഫോം. ആ വിശ്വാസം ഇപ്പൊ തന്നെ അങ്ങ് ശരിയാക്കി തരാം. അങ്ങനെ കാലിക്കറ്റ് ടോപ്പ് ഫോം പുള്ളി റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ നേരെ
അങ്ങോട്ട് പോകുന്നു. ടോപ്പ് ഫോമില് വേറെയും കുറെ അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചഗ്ഗി ബഡീസായി. നമ്മളെല്ലാരും കണ്ടത് പിന്നെ കണ്ടത് കാലിക്കറ്റ് ടോപ്പ് ഫോം. ഞാനും നൊമാഡിയനും യാസറും കഴിച്ച് പരിചയപ്പെടുന്നതും ടോപ്പ് ഫോമിലാണ്. നമ്മള് വിചാരിച്ചത് ഇയാള് ചാടായിരിക്കും, മിണ്ടുന്നില്ലായിരുന്നു. ഞാനേ പിന്നെ ആദ്യമേ കയറി അളിയാന്ന് വിളിക്കാൻ നിന്നെ. ഗൈസ്, യാസറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് നിസാൻ സ്കൈലൈൻ കാണാം. ഇത് കാണിക്കട്ടാ. എന്റെ നേരെ ഫ്രണ്ടില് അവന്റെ പഴയ നിസാൻ കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങളൊരു ചിരിച്ച് മരിക്കും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ അവന്റെ പുതിയ നിസാൻ സ്കൈലൈൻ അവൻ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളി പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി ആണ് ഗൈസ് നമ്മുടെ യാസറിന്റെ പുതിയ വണ്ടി നിസാൻ സ്കൈലൈൻ. ഓ, ആ കളർ കണ്ടോ, ഡുവൽ ടോൺ കളറും. ആഹാ, നിസ്മോ എഞ്ചിനും എനിക്ക് വയ്യ. നിസ്മോ എഞ്ചിൻ തന്നെയാടേ. പിന്നെ നിസ്മോ ഒരു ഇത് അലോയ് കാർബൺ ഫൈബർ ഉണ്ടോ, കാർബൺ ഫൈബർ. ഗൈസ്, ഇതാണ് ടോട്ടാലിറ്റിയിൽ വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഉള്ള ലുക്ക് കൊള്ളാം കേട്ടോ. ഇതാണ് നിസാൻ സ്കൈലൈൻ GTR. GTR അല്ലേടാ, GTR. എന്റെ മോനെ ബാക്ക് കണ്ട അല്ല, ഈ മറ്റേ വെച്ചില്ലേ നീ GTR ഓ, ഇനി അതൊക്കെ വരും കേട്ടോ. പക്ഷെ എന്ത് രസം നോക്കിയാ, ലൈറ്റ് ഒന്ന് വെളിച്ചത്തിൽ കയറിയാണ് ഗോൾഡായി. നമ്മൾ കണ്ട് ഇത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ദാ കിടക്കുന്നു ലാൻസർ. മോനെ, പഴയ ലാൻസർ എവല്യൂഷൻ തന്നെ, പഴയ എവല്യൂഷൻ എക്സ് അല്ലേ, പഴയ ലാൻസർ. അയ്യോ, പഴയ നീഡ് ഫോർ സ്പീഡൊക്കെ ഗെയിം കളിക്കുന്നവർക്ക് ഈ വണ്ടിയൊക്കെ വളരെ സുപരിചിതമാണ്. വീട്ടിലെ വണ്ടികളാണ് ഇതൊക്കെ. ഇത് അത് കുറേ ഉണ്ട്. ഒരു ജാപ്പനീസ് പരിപാടി കാറുകൾ. മുസ്തിനിഷിയും ജപ്പാൻ തന്നെ, നിസാൻ ജപ്പാനാണ്. സുപ്ര, ടൊയോട്ട. ഒരു വർഷമായി 1 year ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ 1 year ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഞാനും സുബിനും വളർത്തി. നമ്മ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മ രണ്ടുപേരും. നൊമാഡിയൻ, കേരളത്തിൽ നിന്നും നൊമാഡിയൻ. ഇവര് പരിചയപ്പെട്ടിട്ട് ഒരു കൊല്ലമായിരുന്നു. കേരളത്തിൽ നിന്ന് ഓർഗാനിക് കോണ്ടന്റ് എടുക്കുന്ന നൊമാഡിയൻ. അതെ, കംപ്ലീറ്റ്ലി ഓർഗാനിക്. ഇതാണ് ഹോണ്ട അക്യൂറ. ഇത് എഞ്ചിന്റെ പാർട്സ്. ഇതാണ് എഞ്ചിന്റെ അകം. ഹാർട്ടിന്റെ ആർട്ടിലറി എന്നൊക്കെ പറഞ്ഞ പോലെ ഇതാണ് എഞ്ചിന്റെ പരിപാടീസ്. നമുക്ക് സുപ്ര കാണാം. സുപ്രസിദ്ധമായ സുപ്ര, വെള്ള കളർ സൂപ്പർ. എന്താ മോനോ, നമ്മളങ്ങനെ തറവാട്ടി എത്തിയടാ റാഷിദിയ പാലസിൽ ചായ കുടിക്കാൻ ഇപ്പൊ റാഷിദിയ പാലസ് തന്നെ. ദുബായിലെ ഏറ്റവും ബെസ്റ്റ് ചായ കിട്ടുന്ന സ്ഥലം. ഒരു വികാരം യാസറിന്റെ അനിയൻ വന്നിരിക്കുകയാണ്. യാസറിന്റെ അനിയന്റെ പേരെന്തോന്നു? ഫാരിസാ. പുഡിംഗ് പോലെ ദുബായിലെ ഏറ്റവും ബെസ്റ്റ് ചായ. നല്ല രസമുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. ബെസ്റ്റ് ചായ ചായ അടിക്കുന്ന ഷോട്ട് വേറൊന്നും പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു ഗൈസ്. നേരെ വീട്ടിൽ പോകുന്നു, ചില്ല് ചെയ്യുന്നു, അതൊക്കെ തന്നെ. അത്രേ ഉള്ളൂ. എല്ലാവരും ഒരു ബൈ പറയും, ടാറ്റ പറയും. Bye guys. Happy Onam of the day. ഹാപ്പി ഓണം, വണക്കം.